അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഒരു 40 പേരുടെ പാർട്ടിയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ നടത്താമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒറ്റയ്ക്ക് നടത്താമെന്ന് പറയുമ്പോൾ തലേ ദിവസം തന്നെ സാധനങ്ങൾ വാങ്ങിയേക്കണം. എപ്പോഴും പാർട്ടി വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ബില്ലിടുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ചെയ്യാം ഞാൻ എന്തായാലും കേട്ടോ. കാരണം ഈ പ്രാവശ്യം എടുപിടി എന്ന് പറഞ്ഞൊരു ധൃതിയിലുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ തലേ ദിവസം തന്നെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ പുഡിങ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കറണ്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഉറപ്പിക്കാൻ പറ്റില്ല. രാവിലെ വെച്ചാൽ അതൊരു പ്രശ്നമാവും. പിന്നെ അതുമല്ല നമ്മൾ പാർട്ടി ഉച്ചക്കാണേ, അപ്പോൾ രാവിലെ പുഡിങ് സെറ്റായി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് മുട്ടമാലയുണ്ട് ഇന്ന്. അപ്പോൾ രാവിലെ മുട്ടമാല വലിക്കൊരു ഒരുപാട് സമയം അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ 2 പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ടോഫി പുഡിങ്ങും, രണ്ടാമത്തേത് നമ്മൾ ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോഫി പുഡിങ്ങിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒരു ലെയർ ടോഫി പുഡിങ്ങിൻ്റെ ബിസ്ക്കറ്റാണ് അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മളിപ്പോൾ അതൊന്ന് സെറ്റാകുന്ന സമയത്തേക്ക് നമുക്ക് ഇളനീർ പുഡിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചു, പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഇളനീർ ജ്യൂസാക്കി എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ചൂട് സെയിം ചൂടായിരിക്കണേ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവുക. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മിക്സിയിലിട്ടൊന്ന് തണിഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ പഴയ പടിയെ തന്നെ ആവുക. ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ടിപ്പ് എൻ്റെ ഫ്രണ്ടാട്ടോ, തലശ്ശേരി കായത്ത് റോഡുള്ള എൻ്റെ ഹംനു ആണ് പറഞ്ഞു തന്നത്. ഞാൻ ആകെ ബേജാറായിപ്പോയിനെ. ഈ ഒരു സമയത്ത് പാല് ചെറുതായിട്ട് പിരിഞ്ഞ പോലെ കണ്ടിട്ട്. ഞാൻ ഇതുവരെ എനിക്ക് പുഡിങ് കുറേ കാലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഇളനീർ പുഡിങ്ങിനല്ല കേട്ടോ മിസ്റ്റേക്ക് പറ്റിയത്. രണ്ടാമത് ടോഫി പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്യുമാണ്. അങ്ങനെ ഒരു ബേജാറിലായിപ്പോയത് ഞാൻ. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആകെ ടെൻഷനായിപ്പോയിനേനു. പിന്നെ ഹംനുവിനെ വിളിച്ച് കറക്റ്റ് ചെയ്ത് തണിഞ്ഞ് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പോലും ഞാൻ ടെൻഷനിലേനും ഉള്ളത്, ഇത് സെറ്റാവോ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല. അങ്ങനെ ടോഫി പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ അങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ടോഫി പുഡിങ്ങിൻ്റെ ഞാൻ രാത്രി തന്നെ മിൽക്ക് മെയ്ഡ് കുക്കറിലിട്ടിട്ട് 5 വിസിൽ അടിച്ചെടുക്കണേ. അതങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ രാവിലെ തണിഞ്ഞാൽ വേഗം മൂന്നാമത്തെ ലെയർ ടോഫി പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തു. അതാണ് ഈ ലെയർ. ഇപ്പോൾ പാൽ തിളപ്പിക്കുന്ന സെക്കൻഡ് ലെയറിനാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞത് നിങ്ങളടുത്ത്. ഇപ്പം കാണുന്നില്ലേ ഒരു തെരുപ്പ് വന്നതുപോലെ പാലിന്. നമ്മൾ പറയുക പെരുത്ത് പോയി എന്നൊക്കെ പറയും. പാല് പിരിഞ്ഞ പോലെ, പക്ഷേ ടേസ്റ്റ് കറക്റ്റായിരിക്കും. അങ്ങനെ പുഡിങ്ങൊക്കെ സെറ്റാക്കി നമ്മൾ മൂന്നാമത്തെ ലെയർ രാവിലെ സെറ്റാക്കണേ. രാവിലെ തന്നെ പിന്നെ അടിപിടി എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ഇട്ട് വെച്ചോ, ബിരിയാണീൻ്റെ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിഷ് മസാല, ഫിഷ് ബിരിയാണി, ബീഫ് മന്തി, ചിക്കൻ ഫ്രൈ, മുട്ടമാല, 2 തരം പുഡിങ്. ഇതാട്ടോ നമ്മുടെ മെനു ഉള്ളത്. പിന്നെ ഇതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടമാല സെറ്റാക്കി എടുക്കട്ടോ. അപ്പോൾ മുട്ടമാലയ്ക്ക് ഞാൻ ഫസ്റ്റ് മുട്ട സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര പാനി ആവാൻ ഗ്യാസ് സ്റ്റൗവിൽ അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന മുട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴുകിയെടുക്കലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക്കാണ്. മുട്ട പൊട്ടാതെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ കഴുകിയൊക്കെ എടുത്ത് നമ്മൾ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ മഞ്ഞയില്ല ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ വൃത്തിക്ക് ചെയ്യണം. എന്നിട്ട് എന്നാലേ നമ്മളെ മുട്ടമാല നല്ല നീളത്ത് കിട്ടുള്ളൂ. മഞ്ഞയിൽ എന്താണ് ഈ വെള്ളം കണിയുമ്പോഴാണ് നമ്മൾ ഈ മുട്ടമാല നുറുങ്ങുമാല എന്ന് പറയും നമ്മൾ. അങ്ങനെയായി പോകുന്നത്. അപ്പോൾ നല്ല മൂത്ത ഫിഷാണേ. എപ്പോഴും ഫിഷ് ബിരിയാണിക്ക് നല്ലത് വലിയ ഫിഷാണ്. നമ്മൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ഫിഷൊക്കെ വാങ്ങി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ വലിയ ഫിഷ് വാങ്ങിയിട്ട് ബിരിയാണി വെച്ചാൽ അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്. ഇനിയിപ്പോൾ പഞ്ചസാര പനിയൊക്കെ ആയിട്ട് നമ്മൾ മുട്ടമാല നല്ലോണം അങ്ങ് വീശി എടുക്കുന്നുണ്ടോ. നീളത്തിൽ അങ്ങ് വീശി എടുക്കുക. കുറച്ച് വലിയ പാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും. നീളത്തിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ പൊട്ടിപ്പോവാണ്ട് കിട്ടണം. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് റൗണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷേ പൊട്ടിപ്പോകുന്നത് നമ്മുടെ പഞ്ചസാര പാനിയുടെ പാകവും അതേപോലെ തന്നെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫിഷ് ബിരിയാണിയുടെ മസാല ഞാൻ ഫിഷ് പൊരിച്ച ആ ഒരു വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് എക്സ്ട്രാ വെളിച്ചെണ്ണ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നല്ലപോലെ വാടി നല്ല കാരമലൈസാണ്. അതുവരെ വെയിറ്റ് ആക്കണം കേട്ടോ. ഫിഷ് മസാലയ്ക്ക് ഒട്ടും നമുക്ക് ഉള്ളി കാണാൻ പാടില്ല. ആ ഒരു സമയത്ത് ഞാൻ ഉള്ളി അവിടെ നിന്ന് വയന്നുന്നുണ്ട്. ഇപ്പുറത്തെ സ്റ്റൗവിൽ മുട്ടമാല വലിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് A to Z ഇങ്ങനെ ഓരോന്നായി ചെയ്തെടുത്താൽ നമുക്ക് വെറുതെ പൈസ കൊടുത്തിട്ട് പുറത്ത് ഫുഡ് ഓർഡർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സെറ്റൊക്കെ എടുക്കാം. ഗസ്റ്റൊക്കെ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറയും കേട്ടോ. വേണമെങ്കിൽ ക്ലീനിങ്ങിന് അങ്ങനെ ഒരു ഹെൽപ്പിന് ഒരാളെ വെച്ച് നിങ്ങൾ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതെന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത ഫുഡ് അത് തന്നെയായിരിക്കും. അപ്പോൾ മുട്ടമാല
നന്നായിട്ട് അടിപൊളിയായിട്ട് നീളത്ത് കെട്ടിക്കണം. മുട്ടമാല ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇന്നും എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നതാണ്, നിങ്ങളെ മുട്ടമാല കാണിട്ട് അടിപൊളി മുട്ടമാലയാണ്, പാർട്ടിയിൽ വെച്ചു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ മുട്ടമാലയുടെ കാര്യം നിങ്ങളെ എടുത്തെടുത്ത് പറയുന്നത്. എൻ്റെ മുട്ടമാല കണ്ടിട്ട് ഏകദേശം അടിപൊളിയായി മുട്ടമാല പഠിച്ചു എന്ന് പറഞ്ഞാൽ 100-ൽ അധികം പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങൾ അത് അത്രയും ആൾക്കാർ. അപ്പോൾ മെസ്സേജ് അയക്കാതെയും എന്നോട് പറയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. കാരണം എന്നെ അത്രയും അറിയുന്ന ആൾക്കാരും എന്നോട് അത്രയും ടച്ചുള്ള ആൾക്കാരുമാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവരൊരു 100 അത്രയും ആൾക്കാരുണ്ട് എൻ്റെ മുട്ടമാല കണ്ട് പഠിച്ച് ഇത്രയും പെർഫെക്ഷനായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരും, അതോടൊപ്പം തന്നെ ഫങ്ഷനിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആൾക്കാരും. കാരണം അവർ പറയും എവിടെ പോലും ഇത്ര ടേസ്റ്റ് നമ്മളെ മുട്ടമാല. പിന്നെ ഞാൻ ആ മുട്ടമാലയുടെ വീഡിയോ എൻ്റെ ചാനലുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ഒന്ന് കണ്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ ഞാൻ കുറേ ടിപ്സ് പറയുന്നുണ്ട്. കണ്ട അടിപൊളി, ഇതാണ് മുട്ടമാല. അല്ലാണ്ട് മറ്റിങ്ങനെ കോരിയെടുക്കുന്ന നുറുങ്ങുമാല കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് രാവിലെയാണ് പോയി വാങ്ങിച്ചത്, നല്ല ഫ്രഷ് ബീഫാണ്. അതൊന്ന് നല്ലോണം കഴുകി വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 മണിക്കൂർ വിനീഗറിൽ അവിടെ നിൽക്കട്ടെ, എന്നാൽ ബീഫ് നല്ല സോഫ്റ്റാവും. മന്തിയുടെ ബീഫ് നല്ല സോഫ്റ്റ് ആവണ്ടേ. അപ്പോൾ ഒരു സൈഡിൽ ബസ്മതി റൈസ് കുതിർക്കുന്നുണ്ട്. അളവ് എന്ന് പറഞ്ഞാൽ 40 പേരുള്ള 2 കിലോ ബസ്മതി റൈസ് നമ്മൾ എടുക്കുന്നത്. 3.5 കിലോ ബിരിയാണിയുടെ അരിയാണ് എടുക്കുന്നത്. 40 പേരുള്ള അളവാണ് ഞാൻ പറയുന്നത്. 3 കിലോ മീനും 3.5 കിലോ അരിയും, പിന്നെ 2 കിലോ ബീഫ്, 2.5 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് 2.5 കിലോ ബീഫും നമ്മൾ 2 കിലോ ബസ്മതി റൈസുമാണ് എടുത്തിട്ടുള്ളത്. കാരണം ചിക്കൻ ഫ്രൈ ഓൾറെഡി അതിനോടൊപ്പം ഉണ്ടല്ലോ. വേണമെങ്കിൽ നമുക്ക് അരിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ ഇറച്ചി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ പിഞ്ഞാട്ടപ്പാണ് വേവിച്ച് എടുക്കുന്നത്. ഞാൻ എന്തായാലും മെഷറിങ് കറക്റ്റായിട്ട് ഇത്ര പേർക്ക് ഇത്ര എന്നുള്ളത് ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ 40 പേരുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 കിലോ മീൻ ആ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ അളവ് തന്നെ. പിന്നെ ബീഫിലേക്ക് നമ്മൾ മന്തി മസാല റെഡിമെയ്ഡ് മസാല ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നില്ല, നല്ല അടിപൊളി ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഫിഷ് മസാല ഉള്ളി നോക്കിയിട്ട് നിങ്ങൾ നല്ലപോലെ വന്നിന്. അപ്പോൾ പകുതി മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെച്ച്, പകുതി നല്ലപോലെ ചെമ്പിൽ നിരത്തി വെച്ച്, ഫിഷ് പൊട്ടാതെ വെക്കുക, വലിയ മീനെടുക്കുക, അധികം പൊരിച്ച് കരിച്ച് കളയരുത്. ഫിഷ് ഒരു 1/4 ഭാഗം മാത്രം പൊരിഞ്ഞാൽ മതി, ഡ്രൈ ആയി പോകരുത് അധികം. എന്നിട്ട് അങ്ങനെ ലെയറാക്കി വെക്കുക. ചിക്കൻ ക്യൂബ്, മാഗി ചിക്കൻ ക്യൂബിൽ അതും, പിന്നെ നമ്മുടെ മന്തി മസാലയും, കുറച്ച് മുളക് പൊടിയും, ജിഞ്ചർ ഗാർലിക് പൗഡർ. ബീഫ് മന്തിയുടെ അതും റെസിപ്പി നമ്മുടെ ചാനലിൽ കുറേ ഉണ്ട്. പാർട്ടി വ്ളോഗ് നിങ്ങളെല്ലാം ഓരോന്ന് എടുത്തു കൊടുക്കിയാൽ നിങ്ങൾക്ക് ഓരോ റെസിപ്പി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓരോന്നിലായിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പൗഡറിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മളെ വീട്ടിൽ ഓരോ പാക്കറ്റ് വാങ്ങി വെച്ചാൽ നമുക്ക് ബ്രോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതേപോലെ മന്തി ഉണ്ടാക്കുമ്പോൾ ഒക്കെ വളരെ ഉപകാരമായിരിക്കും. ഒരു പാക്കറ്റ് വാങ്ങി നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം യൂസ് ചെയ്യാം. ഡേറ്റ് നോക്കിയാൽ മതി, ഡേറ്റ് നല്ല നോക്കി എടുത്ത് വെച്ചാൽ മതിയേ. പിന്നെ ഒരു സവാള മാത്രം മതി. മന്തിയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉള്ളി മുറിച്ചിട്ടുണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ പിന്നെന്താ, അടിപൊളി മുട്ടമാലയാണ്. അപ്പോൾ ഉറുമ്പ് വരാതെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഒരു ബോക്സിലിട്ട് നമുക്ക് ഫ്രിഡ്ജിന് മേലെ കൊണ്ടാക്കാം. അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഉറുമ്പാന്നേ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് ഗസ്റ്റ് വന്നിട്ട് എടുക്കുക. മുട്ടമാലയെന്ന് ഉറുമ്പിനെ മാറ്റാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ടോഫി പുഡിങ്ങിൻ്റെ മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചപ്പോൾ കുറച്ച് കളർ കുറഞ്ഞു പോയി. എനിക്ക് നല്ല സങ്കടം ഉണ്ടായി. കാരണം ഞാൻ പറഞ്ഞില്ല, പുതിയ കുക്കറായതുകൊണ്ട് വിസിലടിയുന്നൊരു പ്രശ്നം വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തായി, അതിൻ്റെ വിസിൽ കറക്റ്റ് എണ്ണാൻ പറ്റില്ല. 5 വിസിൽ, നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്, ഒരു 5 വിസിൽ വേണ്ടി വരും കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല വെള്ളമുണ്ട് കേട്ടോ. ഒന്നുകിൽ ഇത് വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാം. എന്തായാലും ഈ വെള്ളം കളയരുതേ, ഇതിലാണ് ഫ്ലേവർ മൊത്തം കിടക്കുന്നത്. അപ്പോൾ അതിൽ ചോറ് വെച്ചാൽ നല്ല ഫ്ലേവറായിരിക്കും മന്തിയുടെ. ശരിക്കും പറഞ്ഞാൽ കുഴി മന്തി എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലേവറിൽ വേവുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ടിപ്സ് ഉപയോഗിച്ച് കൊടുക്കാം. നമുക്ക് വേവിച്ച വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചാൽ കളറ് മാറും. അപ്പോൾ ഉള്ളി പൊരിച്ചു, ബിരിയാണീൻ്റെ കാഷ്യൂസും ഒക്കെ പൊരിച്ചു. പിന്നെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് അലിയിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ടോഫി പുഡിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ 3rd ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ച്, അതോടൊപ്പം തന്നെ ഒരു 50 ml ഫ്രഷ് ക്രീം കൂടി നമ്മൾ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിനെ ആ ചൂടോട് തന്നെ ചൈന ഗ്രാസ് മെൽട്ടായി ആ ചൂട് തന്നെയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതും നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചതും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ 3rd ലെയർ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ 2nd ലെയർ നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ രാത്രി അത് കാണിക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടുണ്ട്, ആ ഒരു ടെൻഷനിൽ, പിരിഞ്ഞു പോയ ടെൻഷനിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു പുഡിങ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും പൊട്ടിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പു എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നല്ലോണം ലെമൺ ഒഴിച്ചു കൊടുക്കുക. ഒരു ചോറ് ഒന്നൊന്നിനോട് തൊട്ടുക. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ബിരിയാണി പറയുന്നതാണ്, നമ്മൾ ലെമൺ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ലെമൺ ഒഴിക്കാത്തത് കൊണ്ട് എൻ്റെ മന്തി കുറച്ച് റൈസ് വെന്ത് പോയിട്ടുണ്ട്. വെന്തെന്നല്ല,
ഒരു കുഴഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞാൽ മന്തി റൈസ് കുഴയാതെ ഒന്നൊന്നിനോട് തൊടാതെ അതും കിട്ടണം. പക്ഷേ ഞങ്ങളെ ഗസ്റ്റ് വന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു കുറച്ച് വെന്ത ചോറ് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതത്ര ചോയ്സേ. അതൊക്കെ മന്തിയുടെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ കുറേ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഇളനീർ ജ്യൂസാണ്. ഇന്ന് ഇളനീർ കൊണ്ടൊരു കളിയാണ്. ഇളനീർ പുഡിങ്, ഇളനീർ ജ്യൂസ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇളനീർ ജ്യൂസ് അടിച്ച് നോക്കിയാട്ടെ, അടിപൊളി ജ്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് സെറ്റാകുന്നുണ്ട്. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഇളനീർ ജ്യൂസ് സാധാരണ നമ്മൾ വെറുതെ വെള്ളവും ഇളനീരിൻ്റെ ആ ഒരു കാമ്പും മാത്രം പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുന്നതല്ലേ. അങ്ങനെ അല്ലാണ്ട് കുറച്ച് പാലും കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് അടിച്ചാൽ അതൊന്ന് റിച്ച് ആവും. അതൊക്കെ ഓരോരുത്തർ ചോയ്സ്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്നുണ്ട്. മീൻ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം, അത് മെയിൻ ഘടകമാണ്. പിന്നെ നല്ലപോലെ ഉള്ളിയും കാഷ്യൂസും റൈസിൻസും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം എന്താണോ മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചോറിട്ടിട്ട് ഞാൻ 2-3 ദമ്മാക്കും. ഇങ്ങനെ ലെയറാക്കില്ല, ഒരൊറ്റ ലെയറാണ്. എന്നാൽ മേലെ വരെ ഈ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ ചോറിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. ഒരു 15 മിനിറ്റ് ഒരു അടിയിൽ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത ദോശത്തവയോ അല്ലെങ്കിൽ വെറുതെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ദം ചെയ്യണേ ഫിഷ് ബിരിയാണിയൊക്കെ. ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് റൈസ് കയറിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ഫിഷ് ബിരിയാണിക്ക് 100 മാർക്ക് കിട്ടിയതാണ് നമുക്ക്. അതുകൊണ്ട് അതാണ് അടച്ചു വെക്കാം. മന്തി എപ്പോഴും നമ്മൾ പിന്നെ ഈ ഒരു പാർട്ടി നമുക്ക് ചെറുതായ ടെൻഷനിൽ ചെയ്തൊരു പാർട്ടിയാണ്. അതൊരു നമ്മളെ ആ ഒരു ടെൻഷൻ വന്നുകൊണ്ട് തന്നെ കുറേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലിപ്പോൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ തലേദിവസം സാധനങ്ങൾ വാങ്ങി വെക്കുക. എല്ലാ ചിക്കന് ഫിഷൊക്കെ കഴുകി മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ രാവിലെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചാൽ ഒക്കെ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലൊരു 40 പേരെ പരിപാടിയൊക്കെ ക്ലീനിങ്ങിന് ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു സൈഡിൽ ദമ്മിട്ടത് മന്തി, ഒരു സൈഡിൽ ഫിഷ് ബിരിയാണി ദമ്മ് കിടക്കുന്നുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ചൂടോടുകൂടി പൊരിക്കാട്ടോ. അതിനിടയിൽ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് വെയിലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടമാലയുടെ പാത്രങ്ങൾ കഴുകി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്മെല്ല് പോകണമല്ലോ. അത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ തിരിച്ച് നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് വീട് നല്ല വൃത്തിയാണല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ആളാണ് വരുന്നത്, അത്ര ആൾക്കാർക്ക് പ്ലേറ്റ് എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്ലേറ്റ്, ബൗള്, സ്പൂണ്, ജ്യൂസ് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അവർ വന്നാൽ ഗ്ലാസ് എവിടെ, പ്ലേറ്റ് എവിടെ, സ്പൂൺ എവിടെയെന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കണ്ട, ഫസ്റ്റ് തന്നെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ തണുപ്പില്ലാതെ ജ്യൂസ് വേണ്ട ആൾക്കാർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല നമുക്കിപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ തളർന്ന് തരിപ്പണമായി. ഞാൻ മോളെടുത്ത് പറഞ്ഞു ഒന്ന് കുറച്ച് എനിക്ക് നാരങ്ങ വെള്ളം കലക്കി തരുമോ എന്നുള്ളത്. കാരണം കുളിച്ചിട്ട് സമാധാനത്തിൽ ഇളനീർ ജ്യൂസ് കുടിക്കണം. ആകെ ടയർഡായിട്ട് മുട്ടമാല വലിച്ച് ഈ ഒരു ഫിഷ് പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ കൂടി ഒരു സ്മെല്ലുണ്ട് വരാനായിട്ട്. ഇനി കുളിക്കാതെ അങ്ങനെ നമുക്ക് ജ്യൂസൊക്കെ ആസ്വദിച്ച് കുടിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നാരങ്ങ വെള്ളം കലക്കി കുടിച്ച് അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ചിട്ട് ചിക്കൻ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് പൊട്ടിത്തെറിയൊന്നും ഇല്ലാണ്ട് അടച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഇനി എത്ര അറേഞ്ച് ചെയ്താലും ഗസ്റ്റൊക്കെ വന്നാൽ നമ്മളുണ്ടാവില്ല, പെട്ടെന്നൊരു തിരക്ക്. ആ ഒരു തിരക്കായ പിന്നെ എല്ലാവരോടും സംസാരം, അപ്പോൾ പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ സാലഡൊക്കെ വന്ന ആൾക്കാരാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ സാലഡ് എടുത്തത് കക്കിരി, ക്യാരറ്റ്, കോണ് വേവിച്ചിട്ട് തൈര്, നമ്മൾ ഗ്രീക്ക് യോഗോട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ബിരിയാണിക്ക് റൈത്ത, അച്ചാർ, അതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിനെന്തൊക്കെ സൈഡ് ഡിഷ് വേണമെന്നുള്ള ഓർമ്മിക്കുക. ലിസ്റ്റ് ഇടുന്നതും സാധനം വാങ്ങിക്കുന്നതും ഇനി അടുത്ത പാർട്ടിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും പാർട്ടി എപ്പം വരുമെന്ന് അറിയില്ല, എന്നാലും വരുന്ന ആ സമയത്ത് ഞാൻ എന്നോട് ഒരുപാട് ആൾക്കാർ ഏൽപ്പിച്ച് വെച്ചൊരു കാര്യമാണ്. കാരണം ലിസ്റ്റ് ഇടാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആദ്യം മെനു സെലക്ട് ചെയ്യുക, ഈസി ആയിട്ടുള്ള മെനു സെലക്ട് ചെയ്യുക. നമുക്ക് എന്താണ് എപ്പോഴും ചെയ്തിട്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുതേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധം പറ്റും. ഞാൻ എന്താണ് നമുക്ക് ചെയ്ത് സർവീസ് ആയിട്ടുള്ളൊരു അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പറയില്ല നല്ല ഈസി മെത്തേഡ് നമുക്കത് ചെയ്തിട്ട് ഓക്കെ എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉള്ള റെസിപ്പീസ് മാത്രം ഗസ്റ്റ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. പരീക്ഷണത്തിനൊന്നും നിൽക്കാതിരിക്കുക, അതാണ് മെയിൻ. എന്ന് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഇടുക, സൂപ്പർ മാർക്കറ്റിൽ പോകാം, വാങ്ങിക്കുക. അപ്പോൾ മന്തി ഞാൻ പറഞ്ഞ പോലെ ലെമൺ ഒഴിക്കാത്തതുകൊണ്ട് ഒന്നൊന്നിനോട് ഇങ്ങനെ തട്ടിക്കിടക്കുന്നുണ്ടായി. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നൊന്നിനോട് തൊടാതെ കിട്ടുന്ന ചോറാണ് ഇഷ്ടം. മിസ്റ്റേക്ക് നമ്മളെപ്പോഴും പറയണമല്ലോ പാർട്ടിയിലായാലും എന്തായാലും. അപ്പോൾ ഇവിടെ വന്ന ഗസ്റ്റ് തന്നെ പൊട്ടിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സെറ്റിങ്സൊക്കെ മൊത്തം അവരാണ് ചെയ്തത്. എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഞങ്ങൾ എടുപിടിയെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ മയണൈസ് അടിച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിൽ നിന്ന്. പിന്നെ നമ്മൾ മന്തിക്ക്
ഒക്കെ മന്തിൻ്റെ സൈഡ് ഡിഷും പിന്നെ സാലഡ് ബിരിയാണിൻ്റെ സൈഡ് ഡിഷും ഒക്കെ സെറ്റാക്കി മന്തി ഫിഷ് ബിരിയാണി. അപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് എല്ലാം നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡിന് അഭിപ്രായമൊക്കെ പറഞ്ഞ് മുട്ടമാലയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, പുഡിങ് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പുഡിങ് ഉണ്ടാക്കുമ്പോൾ കുറേ ടെൻഷൻ സഹിച്ചെങ്കിലും ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.